റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തതെന്ന് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ്. ഷെയർ ചെയ്യുന്നവരെല്ലാം പ്രതികളാവുകയാണെങ്കിൽ കേരളത്തിലെ എത്രയാളെ പ്രതികളാക്കുമെന്നും റിബേഷ് ചോദിക്കുന്നു. ആണ് വാട്സപ്പിൽ നിങ്ങളുടെ അടുത്താണ് ആദ്യം വന്നതെന്ന് പറയുന്നുണ്ടല്ലോ റിപ്പോർട്ടിൽ. ഷെയർ ചെയ്ത ആളുകളെല്ലാം പ്രതികളാകുകയാണെങ്കിൽ പിന്നെ ഇവിടെ കേരളത്തിൽ എത്ര ആളുകളെ നിങ്ങൾ ഈടാക്കുക? പോലീസ് റിപ്പോർട്ടിലെ നിങ്ങൾ റെഡ് എൻകൗണ്ടർ എന്നുള്ള ഗ്രൂപ്പിൽ നിങ്ങളാണ് ഫസ്റ്റ് നിങ്ങളെ പോസ്റ്റാ വരുന്നതെന്ന് പറയുന്നു. ഫോർവേഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ ഫോർവേഡ് ചെയ്യാ ചെയ്തിരിക്കുന്നത് ശരിക്കും അല്ലേ? അങ്ങനെയാ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ പോലീസ് റിപ്പോർട്ടോ സാധനങ്ങളോ അതിന്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ വേറെ എനിക്ക് പറയില്ല. അത് നിങ്ങൾ മുന്നേ ചോദിച്ചാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോ ഈ സാധനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് പറ്റാവുന്നിടത്തോളം നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ ചെയ്തിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് സംഘടന തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും. അല്ല, ആ റിപ്പോർട്ട് തന്നെ നിങ്ങൾ എവിടുന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നു. സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ സാധനങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഷഹീദ് വിവരങ്ങൾ വേണ്ട. ഷഹീദ്, എല്ലാവരും ഷെയർ ചെയ്യുന്നവരെ എല്ലാം പ്രതികളാക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ശരി. പക്ഷേ സാധാരണക്കാരല്ലോ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ വേണ്ട ശ്രദ്ധയൊക്കെ ചെലുത്തണം. അതില്ലാത്തതിൻ്റെയാണ് ഇപ്പോൾ ഇത്രയും വലിയ വിവാദങ്ങളും ഇതെല്ലാം തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ ഉണ്ടാക്കിയത് അല്ലേ? ദിവിഷ്, ഈ ഡിവൈഎഫിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് അദ്ദേഹമാണ് ആദ്യമായി റെഡ് എൻകൗണ്ടർ എന്നുള്ള ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കാഫിർ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട്, വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തെന്നാണ് ഇപ്പോൾ റിബേഷ് പറയുന്നത്. ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ആ ഗ്രൂപ്പിൽ റിബേഷ് എന്ന ആളാണ് ആദ്യമായി ഈ പോസ്റ്റ് ഇട്ടത് എന്നാണ് പറയുന്നത്. ആദ്യമായി ആ പോസ്റ്റ് ആ ഗ്രൂപ്പിൽ നിന്നാണ് പിന്നീട് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ റിബേഷിൽ നിന്നാണ് ആദ്യമായി ഈ പോസ്റ്റ് വന്നത്, ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് ആണ് പോലീസ് കോടതിയിൽ നൽകിയത്. ഇതേ തുടർന്നാണ് റിബേഷുമായി നമ്മൾ സംസാരിച്ചത്. അപ്പോഴാണ് റിബേഷ് ഈ കാര്യം, അതായത് താൻ പോസ്റ്റ് ഇടുകയല്ല ചെയ്തിരിക്കുന്നത്, ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫോർവേഡ് ചെയ്താണെങ്കിൽ എവിടെ നിന്നാണ് തനിക്ക് ആ പോസ്റ്റ് ലഭിച്ചത്, സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നുള്ള ചോദ്യത്തിന് റിബേഷ് കൃത്യമായ മറുപടി പറയുന്നില്ല. അത് കാര്യങ്ങളൊക്കെ സംഘടന വിശദീകരിക്കുന്നു, അതിനപ്പുറം തനിക്ക് പറയാനില്ല എന്ന് പറയുന്നുണ്ട്. ഇത് റിബേഷ് നേരത്തെ പോലീസിനും സമാനമായ രീതിയിൽ, പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലും സമാനമായ രീതിയിൽ ഒരു പരാമർശമുണ്ട്. അതായത് ഈ സ്ക്രീൻഷോട്ട് റിബേഷ് ഈ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് റിബേഷിനോട് ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അന്വേഷിച്ചപ്പോൾ അത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പറയാൻ റിബേഷ് തയ്യാറായില്ല എന്ന ഒരു പരാമർശമാണ് പോലീസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതായത് പോലീസിനോടും റിബേഷ് ഇക്കാര്യം പറയാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ വിളിച്ചപ്പോഴും സമാനമായ രീതിയിൽ ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന ചോദ്യത്തോട് ആ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മറിച്ച് മാധ്യമപ്രവർത്തകരെയൊക്കെ ആ രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഭാഗം കേൾക്കാതെയാണ് വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി തനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണമാണ് തനിക്കെതിരെ നടക്കുന്നത്. അതിനെതിരെ സംഘടന കോടതിയെ അല്ലെങ്കിൽ നിയമപരമായി നീങ്ങാനുള്ള നീക്കമുണ്ട്. അതിനൊപ്പം അത് സംഘടന അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അതിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ല. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പോലീസ് റിപ്പോർട്ടിൽ എല്ലാം പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും തനിക്ക് പറയാനില്ല എന്നും പറയുന്നുണ്ട്. അതായത് പോലീസ് റിപ്പോർട്ടിനെ ഒരർത്ഥത്തിൽ അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് പോലീസ് റിപ്പോർട്ട് അതിൻ്റെ ഒരു വിചിത്രമായ കാര്യങ്ങളൊക്കെ പലപ്പോഴും വിമർശന വിധേയമായിരുന്നു. അതായത് ഈ തരത്തിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നു എന്ന ചെയ്ത ആളുകളെ കണ്ടെത്തി അവരെ പേര് പരാമർശിക്കുന്നു. പക്ഷേ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല, ഇയാൾക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് റിബേഷ് ഈ പോലീസ് റിപ്പോർട്ടിനെതിരെ ആ രീതിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ആദ്യമായി റിബേഷിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും IT നിയമപ്രകാരം, ആക്ട് പ്രകാരമൊക്കെ ഈ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമുള്ള ഈ സ്ക്രീൻഷോട്ടിൻ്റെയൊക്കെ ആധികാരിക അത് ഉറപ്പുവരുത്താതെ ഷെയർ ചെയ്തു കഴിഞ്ഞാലും അതും കുറ്റകരമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുകയും അവരെ പ്രതികളാക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെയാണ് ഈ ഒരു വാദം റിബേഷ് മുന്നോട്ട് വെക്കുന്നത്. താൻ ഷെയർ ചെയ്തവരെല്ലാം കുറ്റക്കാരാണോ, അവർക്കെതിരെയെല്ലാം കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം റിബേഷ് മുന്നോട്ട് വെക്കുന്നു. ഏതായാലും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുള്ളത്. അതായത് റിബേഷിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെ അതിനോടൊപ്പം താൻ നിൽക്കുമെന്നാണ് റിബേഷ് പറഞ്ഞു വെക്കുന്നത്. ദിവിഷ്.